നിങ്ങളെ പേഴ്സൺ നിങ്ങളെ ഇപ്പോഴും ആലോചിക്കാറുണ്ടോ? നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിലുണ്ടോ? അവർ മിസ് ചെയ്യുന്നുണ്ടോ? എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് അവർ തിങ്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. ഇപ്പോഴും മനസ്സിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടൊന്നുമില്ല. അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം, അതിപ്പോഴും ആ ഒരു സ്ഥാനത്ത് നിങ്ങളെ വേറെ ആർക്കും എന്താ പറയുക, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയാലും അല്ലെങ്കിൽ വേറൊരു സിറ്റുവേഷനിലേക്ക് മാറിയാലും ബ്രേക്കപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നോ കോണ്ടാക്റ്റിലാണെങ്കിലും അല്ല സ്മൂത്ത് ഗോയിങ് ആണെങ്കിലും ആ ഒരു പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ളൊരു സ്ഥാനം, ആ ഒരു സ്ഥാനത്തേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ പേഴ്സൺ വേറെ ഒരാളെ ഇരുത്തിയിട്ടില്ല ആ ഒരു സ്ഥാനത്ത്. ഓക്കെ, അത്രയും ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്ന അത്രയ്ക്ക് ഒരു സ്നേഹമോ ഒരു പ്രിഫറൻസോ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേറെ ആർക്കും കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളൊരു തോട്ട്സ്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങളായിരുന്ന സമയത്ത്, നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ വളരെ സ്ട്രെങ്തൺ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലെ ചിന്ത. നിങ്ങൾ, എനിക്ക് തോന്നുന്നു ദ മജീഷ്യൻ കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ പ്രയേഴ്സ് എല്ലാം നടത്തുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അവർ ഇനിയും തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പുള്ളൊരു മനസ്സായിരിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അത്തരത്തിലുള്ളൊരു ഫീലിങ്സ് ആണ് കാണുന്നത്. പിന്നെ 3 ഓഫ് പെൻഡക്കിൾസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് കണ്ടാൽ തന്നെ അറിയാം. 3 ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ പുറത്തൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ അവർ പുറത്തൊക്കെ സഞ്ചരിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങളുടെ രീതിയിലുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനറിസം ഉള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ അത് കാണുന്നുണ്ട് എന്നതാണ് എനിക്കൊരു യൂണിവേഴ്സ് ഇവിടെ കാണിച്ചിരുന്നത്. അവരുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ അവരുടെ മുമ്പിലേക്ക് നിങ്ങളുടെ തോട്ട്സ് വരാൻ തക്ക വണ്ണത്തിലുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് അവർക്ക് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ എവിടെ പോയാലും നിങ്ങളുടെ നെയിംസ് കാണുക, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ളൊരു ആൾക്കാരെ കാണുക, നിങ്ങളുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോഡി ഷേപ്പൊക്കെ ഉള്ള ആൾക്കാരെ കാണുക, അല്ലെങ്കിൽ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചില മാനറിസങ്ങൾ അവർക്കൊക്കെ വരിക, അങ്ങനെയൊക്കെ ഒരുപാട്. ഇപ്പോൾ നിങ്ങളുടെ ടി വിയിലൊക്കെ ഓരോ മ്യൂസിക് കേൾക്കുമ്പോൾ നിങ്ങളായിരുന്ന ആ റിലേഷൻഷിപ്പ് കാലത്ത് അവർ കേട്ടിട്ടുണ്ടായിരുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം കൂടുതലും അവർക്കാണ് അത്തരത്തിലുള്ളൊരു മെമ്മറീസ് അവർക്കുള്ളിലേക്ക് പുഷ് ചെയ്ത് വിടുകയാണ് ഇപ്പോൾ യൂണിവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവിടെ മജീഷ്യൻ കാർഡ് വന്ന ഒപ്പം തന്നെയാണ് ഇവിടെ ഒരു 3 ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ പറയാനായിട്ട് ശരിക്കും അവർക്ക് നിങ്ങളെ എത്ര അവർ വേണ്ടാന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും സ്മൂത്ത് ഗോയിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും, അവർക്ക് ഇപ്പോൾ ചെന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ മുമ്പിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങളുടെ ഓർമ്മകളാണ്. എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളായിരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ എന്തൊക്കെ കൂടിച്ചേർന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ളൊരു ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെർഫ്യൂമോ അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലോ, നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വണ്ടിയോ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ പാടിയിരുന്ന പാട്ടോ, അങ്ങനെ എന്തൊക്കെയോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവർക്ക് മുമ്പിലേക്ക് നിങ്ങളുടെ മെമ്മറീസ് ആണ് കൂടുതൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ്, എനിക്കിവിടെ തോന്നുന്നത് ഈ ഒരു ബന്ധത്തെ നിർത്താനായിട്ട് യൂണിവേഴ്സിന് ഇവിടെ ആയിട്ടില്ല. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിർത്താറായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇറ്റ് സെൽഫ് അവിടെ ട്രൈ ചെയ്യുകയാണ് ഒരു ബാലൻസിങ് കൊണ്ടുവരാനായിട്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് ബാലൻസിങ് കൊണ്ടുവരാനായിട്ട് ഇവിടെ ഒരുപാട് പേർക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ അറിഞ്ഞോ അറിയാതെയോ പലരും ഇത് അല്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വരുത്താൻ വേണ്ടിയിട്ട് അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളും വന്നു പോയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിട്ടായിരിക്കില്ല. നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നെന്നുള്ളത്. പക്ഷെ ഇതിൽ മിക്കതും കാണുന്നത് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ അറിയാതെയും പല സ്പിരിച്വൽ അറ്റാക്ക് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ള സംഭവമായിരിക്കാം. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും പലരും ഇതിൽ നിന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ, ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പലരും ശ്രമിച്ചിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കാണുന്നത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സണെ ഒരു തവണയെങ്കിലും നിങ്ങൾക്കൊന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു തോട്ട്സ് വളരെയധികം ഉണ്ട്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ എപ്പോഴെങ്കിലും ഒരു സ്ട്രെങ്ത്തിലേക്ക് വരുന്ന ടൈമിലേക്ക് ഒന്ന് അപ്പായിട്ട് പോയിട്ട് ആ ടൈമിൽ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ വീണ്ടും ഡൗൺ ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷനാണ് കാണുന്നത്. കാരണം അവിടെ സ്ട്രെങ്ത് കാർഡും വന്നിട്ടുണ്ട്, ദ മൂൺ കാർഡും വന്നിട്ടുണ്ട്. അതിനർത്ഥം അവരെപ്പോഴൊക്കെ ഒന്ന് സ്ട്രെങ്ത് ആയിട്ട് വരുന്നു, ഓക്കെ ഞാനിപ്പോൾ ഓക്കെയാണ്, അവരുടെ ഒരു തോട്ട്സും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് ഒന്ന് നിവർന്ന് നിൽക്കുമ്പോഴേക്കും എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ മെമ്മറീസ് വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവരെ ഫേസ് ചെയ്തിട്ട് വീണ്ടും ഡൗൺ ആവുന്ന പോലെ
പോലെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ നിങ്ങൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ഒരു വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. അവര് മനഃപൂർവ്വം അത് ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക്. എനിക്കൊരു കുഴപ്പമില്ല, ഈ ഒരു റിലേഷൻഷിപ്പ് പോയതിൽ ഞാൻ ഹാപ്പി തന്നെയാണ് എന്നുള്ള രീതിയിൽ അവർ പ്രസന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അത്തരത്തിലല്ല. അവര് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ദ മൂൺ കാർഡിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു പേഴ്സൺ ദ മൂൺ കാർഡ് ഉള്ളില് കരഞ്ഞുകൊണ്ട് പുറമേക്ക് സന്തോഷം കാണിക്കാന്നൊക്കെ പറയില്ലേ, പച്ചയായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ. ഓക്കെ, ബട്ട് ശരിക്കും അവര് ഹാപ്പി ആയിട്ടും സമൂഹത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിലും അവരെപ്പോഴാണോ അവരുടെ ആ ഒരു റൂമിലേക്ക് കടക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നിരുന്നത്, നിങ്ങൾ ഫോണിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, ആ ഒരു ടൈമിൽ ആ ഒരു എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ റൂമിലേക്കായിരിക്കും, നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ അവർക്കായിരിക്കാം, ആ ഒരു റൂമിലേക്കൊക്കെ കടക്കുമ്പോൾ വല്ലാത്ത മെമ്മറീസ് ഒക്കെ അടിക്കും. കാരണം ഇവിടെ വെച്ചിട്ട് മുമ്പ് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ളതല്ലേ, എവിടെ വെച്ചിട്ടാണ് ആ ഒരു സ്പേസ് ഒക്കെ കാണുമ്പോൾ വളരെയധികം അവർക്ക് ഒരു നെഞ്ചത്തൊരു കുത്തലൊക്കെ വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കാണുമ്പോഴൊക്കെ ആയിരിക്കാം അത്തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യൂൺ ഓഫ് വാൺസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അതിനർത്ഥം ഇപ്പോൾ മേ ബി അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളും ചിന്തിക്കുന്നുണ്ടായിരിക്കാം, ഈ ഒരു റിലേഷൻഷിപ്പ് അധികവും നിങ്ങൾക്ക് തന്നിട്ടുള്ളത് വേദനകളായിരിക്കും, പരസ്പര വേദനകൾ. അവർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ചില സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്തിനാണ് ഞാൻ ഈ വേദനപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, മുന്നോട്ട് കൊണ്ടായാലും എനിക്കിവിടെ സന്തോഷമൊന്നും കിട്ടുന്നില്ല, ഇപ്പോൾ വളരെയധികം ദുഃഖത്തിലാണ്, എല്ലാം പ്രോബ്ലംസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എനിക്കൊരു സമാധാനം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല, പിന്നെ ഞാൻ എന്തിനാണ് ഇയാളുടെ പിന്നാലെ തന്നെ നടക്കുന്നത്, മാനസികമായിട്ട് അയാൾ എന്നെ ഒരിക്കലും വാല്യൂ കൽപ്പിച്ചിട്ടില്ല, എന്തിന് ഞാൻ എൻ്റെ ഒരു കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും അതേ വേയിൽ തന്നെ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ കഴിയുമ്പോൾ ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് ആൾ തന്നെ വേണം, ആളില്ലാണ്ട് എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ ലൈഫിൽ ആൾ ഉണ്ടായാൽ പറ്റുള്ളൂ, എന്നാലും ഞാൻ സന്തോഷവാനായുള്ളൂ, എനിക്കിപ്പോൾ ദുഃഖമാണെങ്കിലും കുഴപ്പമില്ല, ആൾ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്നും ചിന്തിക്കുന്നവരായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേര്. പിന്നെ ഇവിടെ ഒരുപാട് പേർക്ക് ഇപ്പോഴും അതൊരു എൻഡിങ് റിലേഷൻഷിപ്പ് ആയിട്ടില്ല. നിങ്ങൾ ഇനിയും നമ്മളെ ലൈഫ് മുന്നോട്ടേക്ക് കെടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സ് എഗെയിൻ നിങ്ങളെ കൂടി ചേർക്കും എന്ന് തന്നെയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എനിക്ക് മോസ്റ്റ് ഓഫ് ദ കാർഡ്സിലും എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് യെസ് കാർഡ്സ് ആണ്. പറയുകയാണെങ്കിൽ എനിക്ക് ആകെ കൂടി നോ കിട്ടിയിട്ടുള്ള കാർഡ്സ് എന്ന് പറയാനായിട്ട് 2 കാർഡ്സ് ആണ്. അത് അവരെ സിറ്റുവേഷൻ കാർഡാണ്. സിറ്റുവേഷൻ പല സമയത്തും അവർക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ മെമ്മറീസ് വരുമ്പോഴും കണ്ണീന്നൊക്കെ വെള്ളം വരാന്നൊക്കെ പറയില്ല, അത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ. ഇപ്പം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, ലേഡീസ് ആണെങ്കിലും ഓഫ് കോഴ്സ് അവർ കരയും, മനസ്സ് തുറന്ന് കരയുന്നവരായിരിക്കാം. പക്ഷെ പുരുഷന്മാർക്ക് അത് ഓപ്പൺ ആയിട്ട് അവരുടെ മനസ്സിൽ ഒതുക്കുക, അവർ കരയില്ല എന്നൊക്കെയല്ലേ. പക്ഷെ പുരുഷന്മാരാണെങ്കിലും ഇവിടെ നിങ്ങളുടെ മെമ്മറീസിൽ ഒരു തവണ അവർക്ക് കണ്ണീര് വന്നിട്ടുണ്ടെന്നാണ് ഈ ഒരു കാർഡിൽ കാണിക്കുന്നത്. കാരണം അവരുടെ സിറ്റുവേഷൻ ആ ഒരു പോയ സമയത്ത് ഒരു അഹങ്കാരമോ ഈഗോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അവർക്ക് നല്ല ഒരു തക്കതായിട്ടുള്ള മറുപടി അല്ലെങ്കിൽ ശിക്ഷ എന്ന് വേണമെങ്കിൽ പറയാൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളോട് ചെയ്തത് അവർ തെറ്റായി പോയോ എന്നുള്ളൊരു തോട്ട് വരാൻ തക്ക വണ്ണം അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്.